ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കാനിട വന്നു. ആ പുസ്തകത്തിന്റെ പേര് വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ എന്നാണ്. അപ്പൊ ഈ പുസ്തകം കുറിച്ച് അവലോകനം ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഞാനൊരു രസകരമായ കാര്യം പറഞ്ഞുതരാം. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ എൻ്റെ സ്കൂൾ ടീച്ചറിന്റെ ഹസ്ബൻഡാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യനാന്വേഷണം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ ചോദിച്ചു, മക്കളൊക്കെ വിദ്യാരാജയെ തന്നെ പഠിക്കുമായിരിക്കും എന്നുള്ളത്. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര് വിദ്യാരാജ എന്നാണ്. അദ്ദേഹത്തിന് മുഖം പെട്ടെന്ന് മ്ലാനമായി. എനിക്ക് മക്കളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതൊരു എന്നെ ഭയങ്കരമായിട്ട് അലട്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെന്റെ ബോസിനോട് പറഞ്ഞു ദാറ്റ്സ് വൈ ഇംഗ്ലീഷ് മെൻ ആൾവേസ് ആസ്ക് അബൌട്ട് വെദർ. അപ്പോ ഒരു വലിയൊരു പ്രോബ്ലമാണ് വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ കഴിഞ്ഞാൽ എന്ത് പറയണം. അപ്പോൾ ഈ പുസ്തകം ഞാൻ 1991 എങ്ങാണ്ടാണ് ഞാൻ എൻകൗണ്ടർ ചെയ്യുന്നത്. ഇത് ആലുവ മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ബോറോ ചെയ്തൊരു ബുക്കാണ്. ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ളൊരു സൈക്കോളജിയിലെ ഒരു ടൂൾ കിറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് പറയാം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോ ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ വേറെയും പുസ്തകങ്ങളുണ്ട്. ഇതിന്റെ അനുബന്ധമായിട്ടുള്ള എറിക് ബേൺ എഴുതിയ വേറൊരു പുസ്തകമാണ് ഗെയിംസ് പീപ്പിൾ പ്ലേ. അത് എന്തൊക്കെ സൈക്കോളജിക്കൽ ഗെയിംസ് ആണ് ആൾക്കാർ വെനെവർ ദേ ഇന്ററാക്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രതിപാദന വിഷയം. പിന്നെ നമുക്ക് എന്താ പറയാ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതായത് ഒരു 2005 കണ്ടെന്നോണം ഞാനൊരു പുസ്തകം എൻകൗണ്ടർ ചെയ്തു, ഐ ആം ഓക്കെ യു ആർ ഓക്കെ. അപ്പൊ ആ പുസ്തകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിംസ് പീപ്പിൾ പ്ലേയുടെയും വാട്ട് യു സേ ആഫ്റ്റർ യു സേ ഹലോയും തമ്മിൽ നമുക്കൊരു എന്താ പറയാ അതിന്റെ ഒരു സംക്ഷിപ്തമാണെന്ന് പറയാം. അപ്പോൾ ഇതൊരു ട്രാൻസാക്ഷണൽ അനാലിസിസ് ഒരു സാങ്കേതിക തലത്തിൽ പറയുന്നതിന് പകരം ഈ 4 ഹ്യൂമൻ സ്റ്റേറ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ വെനെവർ വി ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. അതിപ്പോ നമ്മൾ ഇത്തിരി കോൺഫിഡന്റ് അല്ലാത്ത സമയത്തോ ചൈൽഡ്ഹുഡിലൊക്കെ നമ്മുടെ ആ ഒരു ബിഹേവിയർ ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ. കുറെ കഴിയുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ബിഹേവിയർ വരും, ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളത്. അതായത് അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ഇത് തന്നെ. പക്ഷേ നമുക്ക് അറോഗൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയും. പിന്നെ എന്താ പറയാ, വേറൊരു സാധ്യത ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. അപ്പൊ ഇതൊരു ഫണ്ണി തിങ് ആണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ആണ്. സെമറ്റിക് മതങ്ങളുടെ ഫോളോവേഴ്സ് എപ്പോഴും ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ആയിരിക്കും. സനാതന ധർമ്മം എന്ന് നമ്മൾ വിളിക്കുന്ന ഹിന്ദു ധർമ്മത്തിന്റെ കേസിൽ വസുദൈവ കുടുംബം ഇങ്ങനത്തെയൊക്കെ തത്വങ്ങളും ഒരു റിച്ച് എൻവയോൺമെന്റിൽ ഉണ്ടായത് കാരണം ഐ ആം ഓക്കെ യു ആർ ഓക്കെ ആണ്. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റിലെ കാര്യങ്ങൾ നടക്കാം. എന്ന സ്ഥലത്ത് ഈ സെമറ്റിക് മതങ്ങൾക്കൊക്കെ ഒരു ടോളറേഷൻ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇനി മാക്സിമം പോയാൽ തന്നെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഓക്കെ യു ആർ ദെയർ ആൻഡ് വി ആർ ആക്സെപ്റ്റിംഗ്. അതായത് ബട്ട് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത്. അപ്പോ അത് മാത്രമല്ല, വെനെവർ വി സീ പീപ്പിൾ ഇന്ററാക്ടിങ്, ഇത് നമുക്ക് ഈ 4 സ്റ്റേറ്റ് കാണാൻ പറ്റും. പക്ഷെ ഈ 4 സ്റ്റേറ്റ് തന്നെ ഈസ് റിലയിങ് ഓൺ എന്താ പറയാ 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന്, നമുക്ക് കുറെ ബിഹേവിയറൽ ട്രേറ്റ്സ് വിച്ച് വി ഇൻഹെറിറ്റ് ഫ്രം പാരന്റ്, അതിനാണ് പാരന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബിഹേവിയറൽ സ്റ്റേറ്റ്സ് വിച്ച് വി ഇൻഹെറിറ്റ് ഫ്രം അഡൾട്ട്സ്, പിന്നെ ബിഹേവിയറൽ ട്രേറ്റ്സ് വിച്ച് വി ഇൻഹെറിറ്റ് ഫ്രം ഇൻ അവർ ചൈൽഡ്ഹുഡ്. അപ്പൊ അഡൾട്ട് ഇൻഹെറിറ്റ് അല്ല ചെയ്യണേ. അഡൾട്ടിന്റെ കേസിൽ അത് ഇന്ററാക്ഷനിൽ നിന്നാണ് വരുന്നത്. അതായത് വെൻ യു മീറ്റ് ദ വേൾഡ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ പാരന്റൽ സ്റ്റേറ്റ് ചിലപ്പോ മറ്റാൾ റെസ്പോണ്ട് ചെയ്യണ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ആയിരിക്കും. അപ്പൊ അത് ക്രോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇതാണ് റൂട്ട് കോസ് ഓഫ് മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ
ടെസസ്. അപ്പൊ ട്രാൻസാക്ഷൻ അനാലിസിസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഈ വിഷയം ഇപ്പൊ അത്രയും, അതായത് പോസിറ്റീവ് സൈക്കോളജിയുടെ ആവിർഭാവത്തോടെ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒരു ഡീകൺസ്ട്രക്ഷൻ സൈക്കോളജി ആയിട്ട് വരുന്നുണ്ട്. അത്ര ഇപ്പൊ പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു. കാരണം ഞാൻ ലാസ്റ്റ് കണ്ട ബുക്സ് ഒക്കെ ലേറ്റ് 90s ഇറങ്ങിയേക്കുന്നതാണ്. പക്ഷേ when I was young, this was actually a hot topic. അങ്ങനെ പല ആൾക്കാരും ഇതിനെക്കുറിച്ചൊക്കെ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട്. ഓറൽസ് പേഴ്സണലി ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ഇൻട്രോസ്പെക്ഷൻ നടത്താൻ വേണ്ടി. അപ്പോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പുസ്തകം എൻ്റെ ടേബിളിൽ കിടക്കുന്നപ്പോൾ എൻ്റെ മകൻ വായിക്കാൻ വെറുതെ എടുത്ത് മറക്കാനിട വന്ന്, അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നപ്പോഴാണ് ഇത് ഗെയിംസ് പീപ്പിൾ പ്ലേയിലേക്കും പിന്നെ ഐ ആം ഓക്കെ യു ആർ ഓക്കെയിലേക്കും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എന്താ പറയാ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഫാമിലിയിൽ ഒരു ഡിസ്കഷൻ നടക്കണ്ടായി. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഒരു എന്താ പറയാ ഇതെല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്നാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ പിടിച്ചത്. അപ്പൊ ഇതിലെ 3 പുസ്തകങ്ങൾ ടു അണ്ടർസ്റ്റാൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ്, വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ, എറിക് ബേൺ, പിന്നെ ഗെയിംസ് പീപ്പിൾ പ്ലേ, എറിക് ബേൺ, പിന്നെ തോമസ് ഹാരിസിന്റെ ഐ ആം ഓക്കെ യു ആർ ഓക്കെ. അപ്പൊ ഈ ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നാണ് ഞാൻ ഒരു ആര്യനിവാസില് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാൻഡിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതൊരു സ്റ്റിൽ വൈഡ്ലി അവൈലബിൾ ബുക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. എനി കമന്റ് ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.